എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഞങ്ങളിന്ന് ഇച്ചിരി വിഷമത്തിലൊക്കെ ആയ കാരണം ഞങ്ങൾക്കൊന്നും എനിക്കൊന്നും വയ്യാത്തൊരിതിലായിരുന്നു. ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു, വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നില്ല. കൊച്ചു പറഞ്ഞ അമ്മ നടക്കില്ല, അമ്മ എടുക്കാൻ നമുക്ക് ഇന്നും കൂടെ അങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മായി മരിച്ചുപോയി. ഞങ്ങൾ ഇന്നലെ അവിടെ ആയിരുന്നു. ഇന്ന് ഞാൻ രാവിലെ പോയതാണ്. ഇപ്പോൾ അടക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു, കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എനിക്കങ്ങ് ഭയങ്കര ഒരു സങ്കടം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുപാട് കുഞ്ഞില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഒന്നും ഇല്ല. ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് ആഹാരം തന്ന് ഞങ്ങളെ വളർത്തിയതാണ് ഞങ്ങളെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഒരിക്കലും ഞങ്ങളുടെ അമ്മായിയെ മറക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങളെല്ലാവരും അവിടെ ആയിരുന്നു. എൻ്റെ ചേച്ചി അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാം തിണ്ണയിരിക്കുക അവിടെ ഇരുന്ന് വീട്ടിൽ അവിടെ ഒച്ചയൊക്കെ കേൾക്കുന്നത്. എല്ലാവരും വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുക. എല്ലാവർക്കും വിഷമമായി പോയി. പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ പ്രായം ചെന്നതാന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഉള്ളിൽ ഒന്ന് ഭയങ്കര ഒരു സങ്കടം. ഞാൻ പോയേക്കുമായിരുന്നു. അവളാ ചോറും കറിയൊക്കെ വെച്ച് എന്താ വെച്ച് എടുത്തൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വന്നു ചോറ് വിളമ്പാം. ഇന്നത്തെ ഇത് അങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. ഇന്നത്തെ അപ്പം ഞാൻ ചോറ് എടുക്കുവാണ്. അവർക്കൊക്കെ ചോറ് കൊടുക്കണം. ഇപ്പം ഞാൻ ചോറ് എടുക്കുവാണേ. ചേച്ചി അനിയത്തി എല്ലാം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഞാൻ അവർക്കൊക്കെ ചോറ് കൊടുക്കണം. ഞാൻ ഇല്ലായിരുന്നു, കൊച്ചാണ് ഇന്നെല്ലാം വെച്ചത്. എന്നാ വെക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവള് ഇതിലെ വന്ന മീൻകാരുടെ കയ്യിൽ നിന്നെങ്ങാണ്ട് മീൻ മേടിച്ചു. അവിടെ രീതിയിലൊക്കെ അവള് വെച്ചിട്ടുണ്ട്. അതിനോട് പറഞ്ഞു അമ്മയെ ഒത്തെന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളൊന്നും മുറിക്കാതൊക്കെ ഇട്ടാണ് അവിടുന്ന് മീനൊക്കെ കറി വെച്ചേക്കുന്നത്. ചെറിയ മീനാ, മത്തിയായിരുന്നു. അത് മുളക് വെച്ചു. പിന്നെ അങ്ങനെ വെച്ച വൻപയർ തോരൻ വെച്ച് അവള് കുഴഞ്ഞു പോയി. സാരമില്ല, ഇച്ചിരിയൊക്കെ ഇന്നത്തെ അങ്ങനെയൊക്കെ പോകട്ടെ. വേറെ ഞങ്ങൾ ഒരുപാട് കറിയൊന്നും വെച്ചില്ലല്ലോ. നമുക്ക് നമ്മുടെ വിഷമമല്ലേ, നമ്മളൊന്നും അത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് നമുക്കൊരു കറിയും ചോറും ഒക്കെ വെക്കാൻ തന്നെ നമുക്കൊരു ഇതില്ല. പിന്നെ നമ്മളൊന്ന് ഇതാക്കിയതായിട്ട് അവിടെ മീനും വറുത്ത് വെച്ചു. പിന്നെ അവൾ ഇത്രയൊക്കെ കറികളെല്ലാം വെച്ചു. നമുക്ക് നമ്മളെക്കാട്ടും പ്രായമുള്ളവരാ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അവരോട് സ്നേഹം കിടക്കുമ്പോൾ നമുക്ക് അവർ പോകുന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. ഇന്നലെ ഞാൻ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രിക്ക് വന്നു. അവിടെ തന്നെ ഞാൻ പോയിരിക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു അമ്മായിയാണത്. എൻ്റെ അച്ഛൻ്റെ അമ്മായിയാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ ഒരു അമ്മായിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പയറ് തോരനും മീൻകറിയും മീൻ വറുത്തേ ഉള്ളൂ. എല്ലാവരും ഓടി വായോ ചോറിനാം.